ഇതിൻ്റെ പേര് കടൽ മൂര, കടൽ പെൻസിൽ എന്നാണ് പറയുന്നത്. ഇത് ലൈവാണ്, ഡെത്തല്ല, ഫ്രഷ് സാധനമാണ്. ഞാനായിട്ട് തൊടുന്നില്ല, നമുക്ക് കാണാം. എല്ലാവരും അനങ്ങുന്നുണ്ട്. ഇതാ ഞാൻ കയ്യിലെടുത്ത് വെച്ചപ്പോൾ ഇങ്ങനെ നടന്ന് പോവാൻ പോയി. ചിപ്പിക്കകത്തൊരു മുത്തുണ്ട്. കഥകളിൽ മാത്രമേ കേട്ടിട്ടുള്ളൂ. ചിപ്പിക്കകത്ത് മുത്ത്. അവിശേഷം കിട്ടിയ എന്തായാലും നമുക്കത്, ഞാനത് എൻ്റെ അടുത്ത വീഡിയോയിൽ പ്രേക്ഷകരെ കാണിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. എന്തായാലും അതൊരു അത്ഭുതമായിട്ടൊരു സംഭവമാണെന്ന് എനിക്കത് മനസ്സിലായി. കാരണം അത് ചിലർ പറഞ്ഞിട്ടുണ്ട് ഈ ചിപ്പിക്കകത്ത് മുത്തുണ്ട്, ഞാനും വിശ്വസിച്ചിട്ടില്ല. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് കിട്ടിയായിരുന്നു, ഒരു 6 പീസ് കിട്ടിയായിരുന്നു. അത് ചിപ്പി പുഴുങ്ങിയതിന് ശേഷമാണ് എനിക്ക് കിട്ടിയത്. എന്നാലും അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്, കളയാൻ പാടില്ല. അതിനെ സൂക്ഷിച്ച് നമ്മുടെ വീട്ടിനകത്ത് വെച്ചിരിക്കുമെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ നല്ല നല്ല കാര്യങ്ങളുണ്ടാവും, വരുമാനങ്ങൾ വരും. അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അതങ്ങനെ അതിൻ്റെ പോയി അവിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മാർക്കറ്റ് പോയി. പക്ഷേ എന്നിരുന്നാലും നമ്മളിത് കളയാൻ പാടില്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വയസ്സായി പണ്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. സാധനം എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ ഇതിലൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈയിടെ ഇത് കിട്ടിയ ദിവസം തന്നെ എനിക്ക് ഒത്തിരി ഓർഡറുകൾ വരാൻ തുടങ്ങി. അതെനിക്ക് ഒരു വിശ്വാസമായി, എനിക്കതൊരു വിശ്വാസമായി. എനിക്ക് ഒരുപാട് ഓർഡർ വരാൻ തുടങ്ങി, കുറച്ച് നല്ല കാര്യങ്ങൾ വരാൻ തുടങ്ങി. അത് ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അതുകൊണ്ട് എന്തായിരുന്നാലും ഞാനത് ഈ വീഡിയോയിലൂടെ നമുക്ക് ഇതിൻ്റെ പേര് ചിപ്പി എന്നാണ്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിൽ ചിപ്പി എന്ന് പറയും. പല പല നാടുകളിൽ കല്ലുമക്ക എന്ന് പറയും, ചില സ്ഥലങ്ങളിൽ കടുക്ക എന്ന് പറയും. പക്ഷേ നമ്മളെ ട്രിവാൻഡ്രത്ത് ഇത് ചിപ്പി എന്നാണ് പറയുന്നത്. നല്ല ബിഗ് സൈസാണ്. ഇതാ അത്യാവശ്യം ചെറിയ സൈസിൽ വരെ നല്ല മാംസമുള്ളതാണ്. ഞാൻ കൊടുക്കുന്ന സാധനം എപ്പോഴും ഫ്രഷ് ആയിരിക്കും. ഏത് ചെറിയ പീസ് കൊടുത്താലും അതിനകത്ത് നോക്കി വെച്ചോ, നല്ല ഫ്രഷ് ആയിട്ട് ചിപ്പി വേണമെങ്കിൽ ആൾ കൊണ്ടുതരും. ഈ കിടക്കുന്ന ഒന്നും ചത്തിട്ടില്ല, എല്ലാം ഫ്രഷ് സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ ആദ്യം പുഴുങ്ങിയത് മൊത്തം കഴിച്ചു തീർന്നു. രണ്ടാമത് പുഴുങ്ങിയിട്ട് വന്നതാണ് ചിപ്പി. ഇങ്ങനെയൊക്കെ വേണം പൊട്ടിച്ച് കഴിക്കാൻ. അഞ്ച് പൊട്ടിച്ച് തന്നോണ്ടാണ് ഞാൻ അങ്ങനെ കയ്യിൽ മേടിച്ച് കഴിച്ചത്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സാധാരണയിൽ നിന്ന് ഭയങ്കര വ്യത്യാസമായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. ഇത് വിഭു എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല. പക്ഷേ അച്ഛനും മക്കളും പിന്നെ അമ്മയും എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനലും ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഒക്കെ ഉണ്ട്. അതുവഴി കുറേ പേർക്കെങ്കിലും ഇവരെ അറിയുന്നുണ്ടാവും, കാരണം ഇവർ സ്ഥിരമായി വീഡിയോ ഇടുന്നുണ്ട്. ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരുടെ വീഡിയോസ്, ആൾ ഒരു ഡാൻസറാണ്, അങ്ങനെയാണ് മീഡിയകളിലേക്കൊക്കെ എത്തുന്നതെങ്കിലും ഇപ്പോൾ കൂടുതലായിട്ടും ഇവർ കടൽ വിഭവങ്ങളാണ്. അതായത് കടലിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും പരിചയമായിട്ടുള്ളത് മീൻ മാത്രമാണ്. എനിക്ക് അതാണ് കൂടുതൽ പരിചയം. പക്ഷേ ചിപ്പി, മൂര, പലതരത്തിലുള്ള ശംഖുകൾ, അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ ഇവർ കുറച്ച് നാളുകളായിട്ട് ആളുകളെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിഭുവിൻ്റെ വീടാണിത് ഈ പിന്നിൽ കാണുന്നത്. ഈ ഒരു കുഞ്ഞു വീട്ടിൽ നിന്നാണ്, ചെറിയ സൗകര്യത്തിനകത്തു നിന്നാണ് ഇവർ ഇതുപോലെയുള്ള പുറം ലോകത്തേക്കുള്ള കാഴ്ചകളൊക്കെ കൊടുക്കുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ നിന്നാണ് രണ്ട് മക്കളുണ്ടെന്ന് മക്കളെ കാണിക്കാൻ പറ്റിയില്ല അല്ലേ, രണ്ടുപേരും പോയേക്കും. അപ്പം പിള്ളേരില്ല, അവർ ട്വിൻസാണ്. അവരിവിടെ ഇല്ല. അപ്പം അവരും വിഭുവും പിന്നെ ഭാര്യ നിഷയുണ്ട്. ഇവർ 4 പേരുടെയും കൂടി ഒരു ലോകമാണ്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു തമാശകളും കുഞ്ഞു കുഞ്ഞു വീഡിയോസും പാചകവും ഒക്കെ ആയിട്ട് ഇവർ വളരെ ലൈവായി ചാനലിൽ നിൽക്കുന്ന. അപ്പോൾ എനിക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടുത്തണം, ഒപ്പം നമ്മളൊന്നും കണ്ടിട്ടില്ലാത്ത കുറേ കടൽ വിഭവങ്ങളും. അപ്പോൾ നമുക്കിനി പോവാം അല്ലേ? വായൊന്നുമില്ലല്ലോ അല്ലേ? ഞാൻ കയ്യിലെടുത്ത് വെച്ചിനി. ഇതിന്റെ പേരാണ് മൂര. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ട് കാണാൻ കേട്ടാ കണ്ടത്. ഞാൻ തൊട്ടപ്പോൾ അനക്കം നിന്നു. അല്ലല്ല, അത് അനങ്ങുന്നുണ്ട്. കണ്ട, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കടലിൽ കഴിക്കാൻ വേണ്ടി ഉണ്ട് എന്നുള്ളത് അറിയാമായിരുന്നോ? ഇത് നമ്മുടെ ശംഖ്. ഇതിന്റെ ഒറിജിനൽ പേര് കബഡി ശംഖ് എന്നാണ്. ഈ കബഡി നിറക്കുന്നതിന്റെ അതിന്റെ വലിയ സൈസ്, ബിഗ് സൈസ് ആണ് വരുന്നത്. ഇത് നമുക്ക് വീട്ടില് ഇതിനകത്ത് ഇത് ലൈവാണ്, ഇപ്പോൾ ഫ്രഷ് ആണ്, ചത്തിട്ടില്ല, ജീവനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇറച്ചി നമുക്ക് ഒരു 2-3 ദിവസം മണ്ണിൽ താത്ത് വയ്ക്കുക. മണ്ണിലാണ് താത്ത് വയ്ക്കുക. മണ്ണിൽ താത്ത് വയ്ക്കുമ്പോൾ ഇതിൻ്റെ ഇറച്ചിയെല്ലാം ഇത് കഴിക്കുന്നതല്ല. ഇത് നമ്മളല്ലാതെ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലൊക്കെ വയ്ക്കാം. ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ ഇത് ഇങ്ങനെ കയറി പോണാണ്ട. ഇപ്പൊ അതകത്തോക്കി ആമ തല വലിക്കണ മാതിരി. ഇത് നോക്കിയേ, ഇതിങ്ങനെ പാറയിൽ പിടിച്ചിരിക്കും. അപ്പൊ ഇവരിങ്ങനെ വെട്ടി ആണ് എടുക്കുക. കണ്ട, അതിന്റെ കാല് പോലെ നോക്ക്. ഇതെല്ലാം ഫ്രഷ് ആണ്, ഇതെല്ലാം ജീവനോട് കൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ് എല്ലാം. ഇതിന്റെ പേര് മൂര.
കടൽ പെൻസിൽ. അതായത് പണ്ട് കാലത്തെ ആൾക്കാർ ഇതിൻ്റെ മുള്ള് ഉണക്കി അവർ സ്ലേറ്റിൽ എഴുതി പഠിച്ച ഒരു സാധനമാണ്. അപ്പം നമ്മുടെ നാട്ടിൽ ഇത് സ്ലേറ്റിൽ പെൻസിൽ എന്നാണ് പറയുന്നത്. എഴുതിയ തെളിയും ഇത് തെളിയും, ശരിക്കും തെളിയും. നന്നായിട്ട് തെളിയും. നമ്മുടെ സാധാരണ സ്ലേറ്റിൽ ഈ മുള്ള് കൊണ്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഉണക്കിയിട്ടാണ് തെളിയും. അക്ഷരങ്ങളൊക്കെ കടൽ പെൻസിൽ എന്നാണ് പറയുന്നത്. കന്യാകുമാരി ഭാഗത്താണ് കൂടുതലും കടൽ പെൻസിൽ എന്ന് പറയുന്നത്. നമ്മുടെ ഈ നാട്ടിൽ മൂര എന്ന് പറയും. ഇത് കഴിക്കുന്ന ഒരു സാധനമാണ്. 2-3 അസുഖക്കാർക്ക് ഇതായി കഴിക്കാൻ പറ്റും. അതായത് ശ്വാസം മുട്ടലുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ ഇറച്ചി കഴിക്കുന്നത് നല്ലതാണെന്ന് പണ്ട് കാലങ്ങളിലുള്ള ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ സാധനം സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കയ്യിൽ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഞാനിത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് നല്ല വില എടുക്കാനാണ് കൊടുക്കുന്നത്. ഞാനിത് ഇവിടെ നിസ്സാര വിലയ്ക്കാണ് ഈ സാധനം സെയിൽ ചെയ്യുന്നത്. ചിലർ എൻ്റെ അടുത്ത് ഓർഡർ ചെയ്യുമ്പോൾ ഇത് പുഴിയും കൊടുക്കാൻ പറയും. അപ്പോൾ ഞാനിത് പുഴിയും കൊടുക്കാറുണ്ട്. നമുക്ക് ദൂരേക്കൊന്നും പറ്റില്ലല്ലോ, കാരണം അന്നാന്ന് ഉപയോഗിക്കില്ല. ഇല്ല, അത് കൊടുത്തു വിടാൻ പറ്റും. അതായത് കടൽ വെള്ളത്തിനകത്തിട്ട് നമുക്ക് ഇത് കൊടുത്തുവിടാൻ പറ്റും. ഒരു ദിവസത്തേക്ക് ഇരിക്കും. ഇതിപ്പോൾ ഒന്നും ചത്തിട്ടില്ല, എല്ലാം ജീവനോടെ. ഇപ്പോൾ കടലിൽ നമ്മൾ കടൽ വെള്ളത്തിൽ ഇടുന്നുണ്ടെങ്കിൽ ഇവൻ ഇങ്ങനെ വെച്ചെന്നാലും ശരി. ഇതിപ്പോ ഒരെണ്ണം പോലും ചത്തിട്ടില്ല, എല്ലാം കിടന്ന് ഇങ്ങനെ അനങ്ങും നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഇതിന്റെ മാംസം. അതെ, ഇതിനകത്താണ് ഇറച്ചിയിരിക്കുന്നത്. ഇത് ശരിക്കും വിളഞ്ഞ് വരുമ്പോഴാണ് ഈ മഞ്ഞ വരുന്നത്, ഒരു കളർ വരുന്നുണ്ട് പുറത്ത്. അപ്പോൾ ഇത് വിളഞ്ഞിട്ടുണ്ട് എന്നാണ് ഇതിന്റെ. ഇതെങ്ങനെയാ? ഇതിങ്ങനെ പാറയിലൊട്ടിയായിരിക്കും. പാറയിലൊട്ടിയായിരിക്കും. എല്ലാത്തിലും കാണൂല. ഇത് ഈ ചിപ്പിയുടെ ഉള്ളിൽ നിന്ന് കിട്ടിയ മുത്താണ് കേട്ടോ. നമ്മൾ കഥകളിലൊക്കെ കേട്ടിട്ടുണ്ട് ചിപ്പിയുടെ ഉള്ളിലെ മുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ഇവർക്ക് കിട്ടിയത് ഇവർ സൂക്ഷിച്ചു വെച്ചിരിക്കണേ. ഇതിന്റെ ചെറുതും വലുതും ഒക്കെ ആയിട്ട് പല സൈസിലുണ്ട്. ഇത് ശരിക്കും ഇത് റിയലായിട്ട് ഇത് വൈറ്റ് കളറാണ്. പക്ഷെ നമ്മളിത് വേവിച്ചത് പോയതുകൊണ്ടാണ് ഈ കളർ വന്നത്. എന്നാലും നമ്മൾ മിസ്സാക്കിയിട്ടില്ല. ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്, കാരണം അവർക്ക് കിട്ടിയതാണല്ലോ. അതെ, അപൂർവത്തിൽ നമുക്ക് കിട്ടിയതാണ്. ഇത് നമ്മൾ എത്രയില്ല 100 ചിപ്പിയോ അല്ലെങ്കിൽ 10-200 ചിപ്പിയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് അതിൽ ഏതെങ്കിലും ഒരു ഒരെണ്ണത്തിലെ കാണും. ഒരു പീസിന് ഒറ്റ പീസിന് കിട്ടിയത്. ഇതിങ്ങനെ തന്നെ സൂക്ഷിച്ചു വെച്ചേക്കാം. ഒരു പീസിന് ഒരു ചിപ്പി. പല സൈസ് ചിപ്പികളിൽ മുത്തുള്ള ചിപ്പി വേറെ അങ്ങനെയൊക്കെ ആയിരിക്കാം. അത് എവിടെയാണ് ഇരിക്കുന്നത് ചോദിച്ചാൽ ചിലർക്ക് അറിയില്ല. ഈ ചിപ്പിയുടെ മുത്ത് എവിടെയാണ് ഇരിക്കുന്നത്? ഈ ചിപ്പിയുടെ ഈ ഫ്രണ്ട് ഭാഗത്താണ്. ഈ ചിപ്പിയുടെ മുത്ത് വരുന്ന ആ ഭാഗവും കൂടെ ഞാൻ എൻ്റെ പ്രേക്ഷകർക്ക് കാണിച്ച് എവിടെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഈ ഭാഗത്താണ് ഇവിടെയാണ് ഇത് വരുന്നത് അല്ലേ? അതായത് ഇതിലിങ്ങനെ ഒട്ടിയിരിക്കും. ഇതിന്റെ മേൽ സൈഡിൽ ഇങ്ങനെ ഒട്ടിയിരിക്കും. നിങ്ങളപ്പോ മറ്റേ പുഴുങ്ങിയിട്ട് പൊളിച്ചപ്പോ ഇങ്ങനെ നിരന്നിരിക്കണം കണ്ടു. അതെ. അപ്പൊ ഇത് ശ്രദ്ധിക്കാത്തവരത് കഴിക്കുമല്ലേ? കഴിക്കും. അതിൽ ചില അങ്ങനെ കഴിക്കാൻ പറ്റില്ല. ചില ഇത് നമ്മൾ കഴുകി ക്ലീൻ ചെയ്യുമ്പോൾ മുത്തുപൊഴി. ഞങ്ങൾ ക്ലീൻ ചെയ്യുമ്പോൾ കിട്ടും. ഞങ്ങൾ ഒരുപാട് ഇത് ചെയ്യുന്നതല്ലേ, അരിപ്പ് വെച്ചല്ല. നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ഇതൊന്നിൽ ഇതെങ്കിലും ഡെപ്പയ്ക്കകത്തിട്ട് നമ്മുടെ വീട്ടിൽ വെക്കുക. പക്ഷെ അത് സത്യമായിട്ടുള്ള കാര്യം, ഞാനത് വിശ്വസിക്കുന്നുണ്ട്. ഇത് കയ്യിൽ വന്ന് ഇതിന് ഞാൻ ക്ലീൻ ചെയ്ത് വീട്ടിനകത്ത് വെച്ച സമയത്ത് എനിക്ക് ബൾക്ക് ഓർഡർ വന്നു. നമ്മുടെ കയ്യിൽ എല്ലാ ഐറ്റം അച്ചാറുണ്ട്. ചൂരമീൻ്റെ അച്ചാറുണ്ട്, ചിപ്പി അച്ചാറുണ്ട്, കൊഞ്ചിൻ്റെ അച്ചാറുണ്ട്, വെളുത്തുള്ളി അച്ചാറുണ്ട്, നാരങ്ങ അച്ചാർ, മാങ്ങ അച്ചാർ, ഇഞ്ചി അച്ചാർ, ബീഫ് അച്ചാർ, അങ്ങനെ എല്ലാ ഐറ്റം അച്ചാറും ഞങ്ങൾ ഇടുന്നുണ്ട്. ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ ഇത് കാണുന്ന ആളുകൾക്ക് അച്ചാർ ഉണ്ടെങ്കിൽ വേറെ സ്ഥലത്തേക്കൊക്കെ അയച്ചു കൊടുക്കുക, അതായത് കൊറിയർ അയച്ചു കൊടുക്കും. വേണമെങ്കിലും ഇവർ അയച്ചു കൊടുക്കും. കാരണം ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ അച്ചാർ എല്ലായിടും കിട്ടും. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത ഇവർ കടലിൽ പോയി പിടിച്ചോണ്ട് ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ, അത് അങ്ങനത്തെ അച്ചാർ കിട്ടുന്ന സ്ഥലങ്ങൾ കുറവായിരിക്കും. മീനായാലും എല്ലാ സാധനങ്ങളും. അതുകൂടാതെ ഇവർക്കൊരു പേജ് ഉണ്ട്, ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് എന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം. അതെ, തീർച്ചയായും ഞങ്ങൾക്കൊരു ചെറിയൊരു യൂട്യൂബ് ചാനലുണ്ട്. അച്ഛനും മക്കളും പിന്നെ അമ്മയും എന്നാണ് ചാനലിൻ്റെ പേര്. അത് കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുള്ളൂ. ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെയാണ് ഞങ്ങൾ കൂടുതലും വീഡിയോസൊക്കെ ലോഡ് ചെയ്യുന്നത്. എന്തായാലും എല്ലാവരും ഇനി മുതൽ അച്ഛനും മക്കളുടെ പേജിൽ കയറി ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണണം. നല്ല നല്ല വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ചാനലിൽ പോയ കാര്യം കൂടി പറഞ്ഞു. ഒരുപാട് ചാനലിൽ പോയി ഒരുപാട് പേർക്ക് അറിയില്ലായിരുന്നു നമ്മുടെ ചാനൽ. ഈ ചിപ്പി കച്ചവടം തുടങ്ങിയതിന് ശേഷമാണ് ഒരുപാട് പേര് ഞങ്ങളുടെ ഈ പേജ് കയറി സെർച്ച് ചെയ്ത് തുടങ്ങിയത്. അപ്പോഴാണ് അച്ഛനും മക്കൾ ഇങ്ങനെ ഒരു ഡാൻസ് ആണ് അവരുടെ ജീവിതം. എല്ലാ ചാനലിലും ഫ്ലവേഴ്സിൽ 2 പ്രാവശ്യം പോയി, അമൃതയിൽ പോയി, ചെറിയ ഒരു നമ്മുടെ ന്യൂസ് 8 അതിൽ ഞങ്ങളുടെ വാർത്തയിലുണ്ട്. അങ്ങനെ ഒരുപാട് ചാനലിൽ പോയി. വളരെയധികം സന്തോഷം.
പിന്നെ ഇങ്ങനെ ഏറ്റവും വലിയ 5 സ്റ്റാർ ഹോട്ടലായ ലീല പോലും ഗസ്റ്റ് ആയിട്ട് ക്ഷണിച്ചു. അതെ 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 അതൊക്കെ ഒരു അംഗീകാരങ്ങളാണ് തീർച്ചയായിട്ടും ജീവിതത്തിലെ. തീർച്ചയായിട്ടും ലീല ഹോട്ടലിൽ നമുക്ക് ഗസ്റ്റായിട്ട് നമ്മുടെ സതീഷ് ഏട്ടനാണ് ഞങ്ങളെ കൊണ്ടുപോയത്. വളരെയധികം സന്തോഷമുണ്ട്. സതീഷ് ഏട്ടനാണ് കൊണ്ടുപോകുന്നത്. പിന്നെ നമ്മുടെ ജീവിതം ഇനിയുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ജനങ്ങൾക്ക് നല്ല ഫുഡ് കൊടുക്കുക എന്നുള്ള ഒരു ഐഡിയയാണ് ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഇപ്പോൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. 2 മക്കളുണ്ട്. മക്കൾ രണ്ടുപേരും ഇപ്പോൾ ഇവിടെ ഇല്ല. നിങ്ങൾ വീഡിയോ പേജൊക്കെ നോക്കി അതിൽ പിള്ളേരെയും കൂടെ കാണാം. അവർ പഠിക്കാൻ പോയേക്കുവാണ്. അപ്പോൾ ഇവരുടെ പേജ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം, മാത്രമല്ല ഈ ബിസിനസ്സും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. കാരണം അങ്ങനെ ഒരു ചെറിയൊരു സൗകര്യത്തിനകത്ത് ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു വീട്, അവിടെ ചെറിയ നാട്ടുമ്പുറത്തൊരു സ്ഥലം, അവിടെ നിന്നൊക്കെ ഇവർ ഇത്രയൊക്കെ ചാനലുകളിലേക്കും അല്ലെങ്കിൽ പല പല മേഖലകളിലേക്ക് വളർന്നിട്ടുണ്ടെങ്കിൽ അത് ഇവരുടെ കഷ്ടപ്പാട് മാത്രമാണ്. വേറെ ആരും കൊണ്ടുപോയി ചാനലിൽ എത്തിച്ചതൊന്നുമല്ല. അവർ സ്വന്തമായി കഷ്ടപ്പെട്ട് സ്വന്തമായിട്ട് ഓരോ അവസരങ്ങൾ കണ്ടെത്തി പോയതാ. അപ്പം അതിൻ്റെ ഒപ്പം പിള്ളേരെ വളർക്കണം, അവരെ പഠിപ്പിക്കണം, ജീവിക്കണം, അതിനുള്ള മാർഗ്ഗമാണ് ഇതൊക്കെ. പിന്നെ നിങ്ങളും കൂടി കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അറിയണ കുറേ ആളുകളുണ്ട് കേട്ടോ. ഇവരറിയാവുന്ന ഒരുപാട് ആളുകളുണ്ട്. അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി നമ്മുടെ പേജിലൂടെ ഒന്ന് പരിചയപ്പെടുത്തുകൂടി ചെയ്യുക. കാരണം ഇപ്പോൾ ഈ ചിപ്പി കച്ചവടം തുടങ്ങിയതിന് ശേഷം തന്നെ ഒരുപാട് പേര് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ചിപ്പി ആയിരുന്നാലും അച്ചാറായിരുന്നാലും വാങ്ങിക്കുന്നുണ്ട്. ഒരുപാട് പേര് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. വാ നിഷ, ഇറങ്ങി വാ. നിഷ അതാ വരുന്നുണ്ട്. വാ. അപ്പോൾ നിഷയാണ് നമ്മുടെ കുക്കിംഗ് എല്ലാം ഫുൾ സപ്പോർട്ട്. എനിക്ക് എല്ലാ സപ്പോർട്ടും ചെയ്യുന്ന നിഷയാണ്. എല്ലാ കുക്കിംഗ് എല്ലാം ചെയ്യുന്നത് നിഷയാണ്. ഏത് സമയത്ത് നമ്മൾ എന്ത് കൊണ്ട് കൊടുത്താലും അത് കൃത്യമായിട്ട് അത് കുക്ക് ചെയ്ത് തരുന്നുണ്ട്. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ സ്റ്റൈലാണ്. അവൾ പറയുന്ന കാര്യം ഞാനും അംഗീകരിച്ചു കൊടുക്കും, ഞാൻ പറയുന്ന കാര്യം അവൾ അംഗീകരിക്കുന്നുള്ളതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിപ്പച്ചെറുപ്പമില്ല. നമ്മൾ തമ്മിലൊരു ഞാനാണ് വലുത് അവളാണ് വലുത് അങ്ങനെയില്ല. നമ്മൾ രണ്ടുപേരും ഒരേ മെത്തേഡിൽ പോകുന്നത് കൊണ്ട് സന്തോഷമായിട്ട് നമ്മുടെ തൊഴിലിന് ഇല്ല നിഷ. നിഷയ്ക്ക് അറിയാമായിരുന്നോ ഈ പാചകവും ഇങ്ങനത്തെ പണിയൊക്കെ? അറിയാമായിരുന്നു. പക്ഷേ ഈ കുക്കിംഗ് എല്ലാം നിഷയ്ക്ക് നന്നായിട്ട് അറിയാം, ഇഷ്ടമാണ് ഇതൊക്കെ അല്ലേ? ഇപ്പം തന്നെ ഈ 4-5 മാസമായി ഞങ്ങളിപ്പോൾ ഈ ചിപ്പിയുടെ കച്ചവടം സ്റ്റാർട്ട് ചെയ്തിട്ട്. ഈ 5 മാസം കൊണ്ട് നമുക്ക് നല്ല ജോലിയുണ്ട്. ചിപ്പി എടുത്തുകൊണ്ട് വരണം, ക്ലീൻ ചെയ്യണം, പുഴുങ്ങണം, അച്ചാറിടണം. 1-2 ചിപ്പിയല്ല ഞങ്ങൾ അച്ചാറിടുന്നത്. അപ്പോൾ അത്രയും ജോലിയുണ്ട്. കാരണം ഇത് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഇല്ല നിഷ? പിന്നെ ഇതിനൊരു സീസണും ഉണ്ടല്ലോ. അതൊരു സീസണാണ്. എപ്പോഴും നമുക്ക് ഇത് അവൈലബിൾ അല്ലല്ലോ. അതെ അതെ അതെ. ആ സീസണിലേ കിട്ടുള്ളൂ. പിന്നെ ഇതുപോലെ വിളിക്കുമ്പോൾ എപ്പോഴും ചിലപ്പോൾ കിട്ടണമെന്നില്ല. കാരണം ആള് ഇത് എടുക്കാൻ പോകുന്ന സമയം, അത് ഞാൻ സതീഷ് പറഞ്ഞോണ്ട് പറയാം, പരാതികളുണ്ട്, വിളിച്ചാൽ ഫോൺ എടുക്കില്ല വെച്ചാൽ. അതായത് ഇത് എടുക്കാൻ പോകുമ്പോൾ അവർ കടലിൽ പോണ സമയത്തൊന്നും അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുപോലെ തന്നെയാണ് വണ്ടിയിൽ ആളുകൾക്ക് സാധനങ്ങൾ കൊണ്ടുപോകാൻ പോകുന്ന സമയം. എന്നിരുന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം പറ്റുന്ന രീതിയിലുള്ള കോളുകൾ ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. അവർക്ക് ഞാൻ സാധനം കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാ കോളും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ല. കാരണം വാട്സാപ്പിൽ അയച്ചിടട്ടെ. ഞാനിപ്പോ അങ്ങനെ പറയുന്നത് എല്ലാവരും വാട്സാപ്പിലാണ്. വാട്സാപ്പിൽ അയക്കാൻ പറഞ്ഞാൽ അവർ ലൈവിലായി ഇപ്പൊ വിളിക്കുന്നത്. കാരണം ഇത് കിട്ടുമോ ഇല്ല എന്നുള്ള ഒരു ടെൻഷൻ, സാധനം തീർന്നു പോകുമല്ലോ, അതുകൊണ്ട് അവർ ഫോണിൽ എടുത്ത് വിളിക്കും. എന്നാലും ഞാൻ മാക്സിമം അറ്റൻഡ് ചെയ്യാറുണ്ട്. ഞാൻ എൻ്റെ വൈഫൈ അറ്റൻഡ് ചെയ്യാറുണ്ട്, സാധനം കൊടുക്കാറുണ്ട്. പിന്നെ ഫോൺ വിളിച്ചിട്ട് കിട്ടാത്തൊരു ഒരുപാട് ആൾക്കാർക്ക് ഞങ്ങളോട് ദേഷ്യമുണ്ട്. എന്നിരുന്നാലും കുഴപ്പമില്ല, അവർക്കത് മനസ്സിലാക്കണം. കാരണം ചിലപ്പോൾ ഞാൻ ഈ ചിപ്പി അച്ചാറും കൊണ്ടൊക്കെ പോണ സമയത്തായിരിക്കും കോൾ വിളിക്കുന്നത്. ഈ ഓർഡർ തരുന്ന ആൾക്കാർക്ക് ഇപ്പോൾ കൃത്യസമയത്തിന് ഇത് കൊടുക്കണം. എന്നിരുന്നാലും ഈ ഫോൺ അറ്റൻഡ് ചെയ്താൽ പോണേ. ഒരു നേരമാവും ഞാൻ അവരുടെ സ്ഥലത്ത് എത്തുമ്പോൾ, ചിപ്പി അച്ചാറും കൊണ്ട് എത്തുമ്പോഴേ അവരെ കയ്യിൽ എത്തുമ്പോഴത്തേക്ക്. കാരണം നിങ്ങൾ ചിപ്പി ഓർഡർ അനുസരിച്ചിട്ട് വേണേ എവിടെയെങ്കിലും വേണേ എത്തിച്ചു കൊടുക്കും. അച്ചാർ വേണമെങ്കിലും എത്തിച്ചു കൊടുക്കും. നമ്മുടെ ഈ പരിസരത്തൊക്കെ ട്രിവാൻഡ്രത്തിനകത്ത് എവിടെ ഞങ്ങൾ എത്തിച്ചു കൊടുക്കും, വീട്ടിൽ എത്തിച്ചു കൊടുക്കും. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ തന്നെയാണ് എത്തിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ തൊഴിലെടുക്കുന്ന കുറേ മനുഷ്യരില്ലേ കടലിൽ എല്ലാ ദിവസവും പോകുന്നത്. അവർക്ക് ഈ സീസൺ കഴിഞ്ഞാൽ പിന്നെ എന്താ ജോലി? അവർക്ക് ഈ സീസൺ കഴിഞ്ഞാൽ അടുത്ത പരിപാടി മീനിന്റെ പരിപാടിയാണ്. ഇതുള്ള സമയത്ത് ചിപ്പി എടുക്കും, അത് കഴിഞ്ഞാൽ മീൻ മീനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ പോകും. പിന്നെ ഇപ്പം ചിപ്പി എടുക്കുന്ന സഹോദരന്മാരും ഇപ്പോൾ എല്ലാം സ്റ്റോപ്പ് ചെയ്തു. കടലിൽ ചിപ്പി ഇല്ല. ഇപ്പോൾ കടലിൽ അവിടെ ഇരിക്കുന്ന ചിപ്പിയാണ് എനിക്ക് ഏകദേശം ഇപ്പോൾ 1 മാസം കൊണ്ട് അവർ ചിപ്പി എടുക്കുന്നവരല്ലേ, അവർക്ക് ചിപ്പിക്ക് കുറച്ച് വരുമാനം കിട്ടുന്നുണ്ട്. അത് ഞാൻ എടുക്കുന്നുള്ളത് കൊണ്ട് അവർ സാധനം എടുക്കുന്നു, പോയി എടുത്തുകൊണ്ട് വരുന്നു. അങ്ങനെയുള്ള ചിപ്പി എനിക്കിപ്പോൾ കിട്ടുന്നത് കുറവാണ്. സാധനം ഇല്ല. സീസൺ തീർന്നു കഴിഞ്ഞു. 1 മാസമായി. 1 മാസമായി അല്ലേ? കറക്റ്റ് 1 മാസമായി ചിപ്പിയുടെ സീസൺ തീർന്നിട്ട്. ശരിക്കും ഇത് എപ്പോഴാ, ഏത് സമയത്താ? ഇത് ഡിസംബർ അല്ലേ? ഒക്ടോബറിൽ തുടങ്ങും. ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്യും. ഒരു ജനുവരിയോടുകൂടിയൊക്കെ ഏകദേശം തീരും. ഒരുപാട് പേർക്ക് ഞങ്ങൾക്ക് ഈ ചിപ്പി അച്ചാർ കൊടുക്കാൻ പറ്റിയില്ല. ഈ വീഡിയോ കാണുമ്പോൾ ഞങ്ങളോട് ആർക്കും ദേഷ്യമൊന്നും തോന്നരുത്. കാരണം നമുക്ക് ചിപ്പി കിട്ടുന്നതിന് ഒരു സമയമുണ്ട്. ബൾക്കായിട്ടല്ല വരുന്നത്. ഒരു ദിവസം കുറേശ്ശെ സാധനമാണ് വരുന്നത്. അത് അന്നുള്ള സാധനം സെയിലായി പോകുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് അച്ചാറിടാൻ പറ്റിയിട്ടില്ല, ഇല്ല നിഷ? അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ആ ചിപ്പിയാണ് ഞങ്ങൾ അച്ചാറിട്ട് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാലും വളരെയധികം സന്തോഷം. ഒരുപാട് പേര് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ചിപ്പിയും അച്ചാറൊക്കെ വാങ്ങിച്ചു. എല്ലാം ഇനി കിട്ടാത്തൊരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത സീസണിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം തരുന്നതിനും. അടുത്ത സീസണിൽ ഇത് കിട്ടാത്ത ഒരുപാട് ജില്ലകളുണ്ട്.
അതെനിക്കറിയാം. പല ജില്ലകളിലും ചിപ്പി ഇല്ല എന്നുള്ള കാര്യം എനിക്ക് ഈ സീസണിൽ എനിക്കത് മനസ്സിലായ ഒരു കാര്യമാണ്. അടുത്ത സീസണിൽ നിങ്ങളുടെയൊക്കെ നാടുകളിൽ ഞാൻ എൻ്റെ ട്രിവാൻഡ്രത്തിനകത്ത് കച്ചവടം ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ നാടുകളിൽ ഞാൻ എത്തിച്ചു തരും. അടുത്ത സീസണിൽ എല്ലാവരെയും ഞങ്ങളെ വിളിക്കുക. ആർക്കും എന്നോടും എൻ്റെ ഭാര്യയോടും ദേഷ്യമൊന്നും തോന്നരുത്. ഒരുപാട് പേര് ചീത്ത വരെ മനഃപൂർവ്വം തരാത്തതല്ല. കാരണം ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല എന്നാണ് ഒരു പരാതി. കാരണം ഫോൺ അറ്റൻഡ് ചെയ്യാത്തതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. എനിക്ക് നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾ മാത്രമല്ല എന്നെ കോൾ വിളിക്കുന്നത്, ലക്ഷക്കണക്കിന് കോളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ട്രിവാൻഡ്രത്തിനകത്ത് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ചിപ്പി കച്ചവടം വേറെ ആരും ചെയ്യുന്നില്ല. വേറെ ആരെങ്കിലും കൂടെ ചെയ്തിരുന്നുവെങ്കിൽ കുറച്ച് കോള് അവർക്കും കൂടെ പോകുമായിരുന്നു. ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് കംപ്ലീറ്റ് കോളുകളും എനിക്ക് വരുന്നുണ്ട്. ഈ വിളിക്കുന്നവർ മനസ്സിലാക്കുക, നിങ്ങളുടെ കോള് മാത്രമല്ല, എൻ്റെ ജോലി തിരക്കിൻ്റെ ഇടയിൽ കൂടെ പറ്റുന്ന കോളുകളൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് സാധനം സെയിൽ കൊടുക്കുന്നുണ്ട്. എന്തായാലും എന്നോടും എൻ്റെ കുടുംബത്തോടും നിങ്ങൾക്ക് ആർക്കും ദേഷ്യമൊന്നും തോന്നരുത്. അടുത്ത സീസണിൽ ഞാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അച്ചാറുകളും ചിപ്പികളും എത്തിച്ചു തരുന്നതാണ്. വലിയ ചിപ്പികളാണ് കേട്ടോ അവിടെ. അപ്പം അത് നിങ്ങളും ഇപ്പം ഞങ്ങൾ വീഡിയോ എടുക്കണോണ്ടല്ല, നിങ്ങൾ ചോദിച്ചാലും ഇവരിങ്ങനെ നമുക്കിവിടെ ചെറിയ പീസ് ഇതുപോലത്തെ വലിയ ചിപ്പികളാണ് തരുന്നത്. ഇതിനകത്ത് ഈ തോട് അങ്ങോട്ട് പോയാൽ പിന്നെ ഫുള്ള് മാംസമാണ്. അതെ അതെ അതെ. കണ്ട എന്തൊക്കെ തരം അത്ഭുതങ്ങളാണ് അല്ലേ കടലിൻ്റെ അടിയിൽ നമ്മളറിയാത്ത. ഇതെല്ലാം ചിപ്പി അച്ചാറാണ്. ഇതെല്ലാം ചിപ്പി അച്ചാറാണ്. അതെ, ഇങ്ങനെയാണ് ചിപ്പി അച്ചാർ. നല്ല ലീക്കൊന്നും ചെയ്യാത്ത രീതിയിൽ പാക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഓർഡർ അനുസരിച്ച് പറഞ്ഞാൽ ഇവർ എവിടേക്കായാലും അയച്ചു തരും. അതിനെന്തെങ്കിലും കൊറിയർ ചാർജ് ഉണ്ടോ? കൊറിയർ ചാർജ് ഉണ്ട്. അത് ഓരോ ദൂരത്തിനനുസരിച്ചിട്ടല്ലേ, ദൂരത്തിനും അതുപോലെ ഇതിൻ്റെ വെയിറ്റിനും അനുസരിച്ചിട്ട് നമ്മളിപ്പോൾ എവിടെ കൊടുത്താലും അവർ അതിൻ്റെ പൈസ മേടിക്കും. അപ്പം അങ്ങനെ. അപ്പോൾ ഇതുപോലെ അച്ചാർ വേണമെങ്കിൽ ഇവരെ വിളിച്ചാൽ മതി. നമുക്കിത് പുറത്ത് കൊണ്ടുപോകാൻ കണക്കാക്കിയാണ് നമ്മളിത് പാക്ക് ചെയ്യുന്നത്. നല്ല പാക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഗൾഫിലേക്കും ഒക്കെ വേണമെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുപോകാം. പിന്നെ അച്ചാർ അടിപൊളിയായിരിക്കും, ക്വാളിറ്റി ആയിരിക്കും. സാധാരണ ലോക്കൽ അച്ചാറല്ല, പക്ക ആയിരിക്കും. എന്തായിരുന്നാലും നമുക്ക് അച്ചാർ നമുക്കൊന്ന് മേഡത്തിനെ കൊണ്ടൊന്ന് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. ഇതിനി പാത്രത്തിലോട്ട് മാറ്റാനുള്ളത് അച്ചാർ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. ഇത് ടിന്നുകളിലോട്ട് ഇനി മാറ്റണം. അതെ, നല്ല വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും വിനാഗിരി കുറച്ച് ചേർക്കാറുള്ളൂ. അങ്ങനെ ചെറിയൊരു പുളിയുടെ സ്വാദ് വരാൻ വേണ്ടി. ഇതിപ്പോ സെറ്റ് ആയിരിക്കുന്ന സാധനം നല്ല മണമുണ്ട് കേട്ടോ. ഇന്ന് പെട്ടതാണ്. ഇല്ല, ഇത് നമ്മൾ അച്ചാറിട്ട് 4 ദിവസം കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഇതിനെ സെയിൽ ചെയ്യൂ, ടിന്നിലേക്ക് മാറ്റുള്ളൂ. അല്ല, നമ്മൾ ടിന്നിലേക്ക് ആക്കി 4 ദിവസം കഴിയും. 4 ദിവസം ആവുമ്പോൾ ഇതിനെല്ലാം പിടിക്കും അല്ലേ, എല്ലാം സെറ്റായിട്ട് അടിപൊളിയാവും. അച്ചാറുകൾ ഇനി കുറച്ച് നാളും കൂടെ കിട്ടും. 1 മാസം കൂടെ കിട്ടും. ഈ ഒരു ചിപ്പി ഫ്രഷ് ചിപ്പി ചിലപ്പോ കഴിഞ്ഞു ഇനി കാണില്ല. അച്ചാറ് കൊള്ളാമെന്ന് ഇവര് പറഞ്ഞു. അപ്പൊ ഞാനും കൂടെ സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ട. ഞാൻ ആദ്യം കഴിച്ചു നോക്കട്ടെ. പക്ഷേ ഇതുകളി സൂപ്പർ, നല്ലൊരു മുറുക്കുമൊക്കെ. ഇത് കഴിക്കാത്ത ഒരാൾക്ക് കൊടുത്താൽ എന്നാന്ന് മനസ്സിലാവില്ല അല്ലേ. ചിപ്പി കഴിച്ചിട്ടില്ലാത്ത ഒരാളോട് ഇത് കഴിച്ചു നോക്കാൻ പറഞ്ഞാൽ ഇറച്ചി എന്തെങ്കിലും ആണേ പറയൂ. കൊള്ളാല്ലേ. ഇവരൊക്കെ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് കുറച്ചുകൂടി അറിയാൻ പറ്റും. എനിക്ക് അത്ര പരിചയമില്ല, കഴിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സൂപ്പർ അച്ചാറാട്ടോ. നമ്മുടെ കൂടെ ഉള്ളത് വിവേക് കോളം. ആളൊരു ഫേമസ് ഫോട്ടോഗ്രാഫറൊക്കെയാണ്. അത് വിനയം കൊണ്ട് പറയുന്നതാണ്. വലിയൊരു ഫോട്ടോഗ്രാഫറാണ്. കാരണം നമ്മുടെ ലക്ഷ്മി നായർ മാമിൻ്റെ കൂടെയും മോഹൻലാൽ സാറിൻ്റെ കൂടെയൊക്കെ നിൽക്കുന്ന ഫോട്ടോസൊക്കെ നിങ്ങൾ ആളുടെ പേജിൽ നോക്കി കാണാൻ പറ്റും. ഒരുപാട് അതുപോലെയുള്ള പ്രശസ്തരായിട്ടുള്ള ആളുകളുടെ ഫോട്ടോ എടുക്കും. അത്തരം ഫോട്ടോകളൊക്കെ ഭയങ്കര വൈറലാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് തന്നിട്ട് കിട്ടും. അപ്പോൾ നമ്മളെ കൂടെ ചിപ്പി വിവേൻ്റെ വീടിൻ്റെ അടുത്താണ്. അങ്ങനെ കഴിക്കാൻ വന്നത്. ഇഷ്ടമായോ? എൻ്റെ ആളാണ് ഇവരൊക്കെ. ചിപ്പി അങ്ങനെയൊക്കെ വെക്കാം വിവേകെ. അച്ചാറിടും, തോരൻ വെക്കും, ഫ്രൈ, പിന്നെ റോസ്റ്റ് പോലെ ഇങ്ങനെ എടുക്കും. ഇതൊക്കെ കിഴങ്ങൊക്കെ ഇട്ട് അത് ഞാൻ അതുവരെ കഴിച്ചിട്ടില്ല. ഇവരുടെയൊക്കെ വീഡിയോയിൽ കണ്ടിട്ടേ ഉള്ളൂ. അതായത് ഈ ചിപ്പിയും മധുരക്കിഴങ്ങോ അല്ലെങ്കിൽ ചേമ്പോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് വെറുതെ മഞ്ഞപ്പൊടി ഒന്നും ഇടാതെ ഉപ്പിട്ട് പുഴുങ്ങിയെടുക്കും. കഴിച്ചു നോക്കിയിട്ടില്ല, ഇന്ന് നമുക്ക് കഴിച്ച് നോക്കാം. അപ്പോൾ നമ്മളൊരു സുഹൃത്തുണ്ട് സതീഷിനെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. കാരണം എൻ്റെ കുറേ വീഡിയോകൾ എൻ്റെ കൂടെ ഉണ്ട്, സതീഷിൻ്റെ മക്കളും ഒക്കെ. അപ്പോൾ സതീഷിൻ്റെയൊക്കെ വീട്ടിൽ എപ്പോൾ ചെന്നാലും ഇപ്പം ഇന്നും ഉച്ചയ്ക്ക് ഞാൻ അവിടെ നിന്ന് ചോറുണ്ട്. അപ്പോൾ അവിടെ ചിപ്പിയുടെ ഫ്രൈ, അച്ചാർ എല്ലാ സാധനങ്ങളും കാണും കേട്ടോ. അവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ ചിപ്പി കഴിക്കുന്നത്. സതീഷിൻ്റെ വൈഫ് വിജി ഉണ്ടാക്കി തന്ന ചിപ്പിയാണ് ലൈഫിൽ ആദ്യമായിട്ട് കഴിച്ചു നോക്കണം.
ഞങ്ങളുടെ നാട്ടിലേക്കൊന്നും ഇതങ്ങനെ കണ്ടിട്ടില്ല. അത് ഒരുപാട് ഉണ്ടോ അപ്പോൾ ഞങ്ങൾ അറിയാത്തതുകൊണ്ടാണോ, എൻ്റെ വീട്ടിൽ മേടിച്ചിട്ടില്ല, അമ്മയോ വേറെ ആരും ഇതൊന്നും കഴിച്ചു ഞാൻ കണ്ടിട്ടില്ല. ഞാനാണ് ഇവിടെ വന്നിട്ട് തിരുവനന്തപുരത്ത് എത്തിയിട്ട് ആദ്യം കഴിച്ചു നോക്കിയത്. അപ്പോൾ സതീഷാണ് പ്രധാനമായിട്ട് ചിപ്പി എന്ന് പറഞ്ഞ സാധനം എനിക്ക് പരിചയപ്പെടുത്തി തന്ന ആൾ. നമ്മുടെ കൂടെ ഉണ്ട്, ഒളിച്ചിരിക്കുകയാണ്, ഒന്നിപ്പോൾ വീഡിയോയിൽ വരാൻ താല്പര്യമില്ല അത്ര. നമ്മളിനി ചിപ്പി പുഴുങ്ങി കഴിക്കാൻ പോവുക. ആളുടെ പേര് വിഭു എന്നാണ്. കാരണം എനിക്കും അറിയാൻ പാടില്ലായിരുന്നു, എല്ലായിടത്തും അച്ഛനും മക്കളും എന്നുള്ളൊരു പേരിലാണ് അറിയപ്പെടുക, വിഭുവും നിഷയും. അപ്പോൾ വിഭുവിൻ്റെ വീട് ശരിക്കും ഒന്ന് പറഞ്ഞു കൊടുത്തേ. എൻ്റെ വീട് ട്രിവാൻഡ്രത്ത് കോവളത്തിനടുത്താണ്, കുന്നമ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. കല്ലടിച്ചാമൂല, തിരുവനന്തപുരം കല്ലടിച്ചാമൂലയാണ് ഞാൻ ഈ ചിപ്പി കച്ചവടമൊക്കെ സെയിൽ ചെയ്യുന്നത്. വീട്ടിലാണ് കച്ചവടം ചെയ്യുന്നത്. എൻ്റെ ഭാര്യ നിഷ. അപ്പോൾ മേടിക്കാൻ ഇവിടെ തിരുവനന്തപുരത്തുള്ളവർ വരുവാണെങ്കിൽ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ സ്ഥലം, വരേണ്ട സ്ഥലമാണ് ഇപ്പോൾ ഈ പറഞ്ഞത്, തിരുവനന്തപുരം കല്ലടിച്ചാമൂല. അപ്പോൾ നമ്മൾ ഇതുപോലെ കപ്പയോ മധുരക്കിഴങ്ങോ ഒക്കെ ഇട്ട് നമുക്ക് ഒരുമിച്ച്, അതായത് ഈ ഇതിനെ ചിപ്പീനെ കഴുകി വൃത്തിയാക്കിയിട്ട് കപ്പയും മധുരക്കിഴങ്ങും ഇട്ട് അടുപ്പത്ത് പുഴുങ്ങിയെടുത്തു. അങ്ങനെ പുഴുങ്ങിയെടുത്തതാണ് ഇത്. അപ്പോൾ ഇത് കണ്ട ഇങ്ങനെ നല്ലോണം അതിൻ്റെ ഒരു ഇറച്ചി കണ്ട. അപ്പോൾ വേറെ മസാലയൊന്നുമില്ല, നേരെ എന്തൊരു സോഫ്റ്റ് ആയിട്ട് അടിക്കണേ നമുക്ക്. ഇത് നമ്മൾ കളയോ, ഇതിനകത്തുള്ള ഈ സാധനം, ഈ ബ്ലാക്ക് കളറുള്ളത് കളയണം അല്ലേ? സതീഷ് കഴിക്കണ കാണിച്ചു തരും. എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണകളൊന്നുമില്ല, അതുകൊണ്ട് അത് നമ്മൾ കളയണം അല്ലേ? ചമ്മന്തി ഉണ്ട് കേട്ടോ. ആവശ്യമില്ല, പക്ഷെ ഇതിന്റെ പ്രത്യേക ടേസ്റ്റാണ്. വളരെ കലാപരമായിട്ട് എങ്ങനെ ചിപ്പി തിന്നാന്നുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ ഭയങ്കര പ്രൊഫഷണലായിട്ട് കഴിക്കണം, എനിക്കത്ര പ്രൊഫഷണൽ ആവാൻ പറ്റുന്നില്ല. നല്ല പുളി മുളകൊക്കെ അരച്ച ചമ്മന്തിയാണേ. സൂപ്പർ. ഇത് എടുക്കുമ്പോഴേ ഇങ്ങനെ ഇതും കൂടെ എടുക്കുന്നുണ്ട്. ഇത് എന്റെ അമൃതാണ്, അതും കൂടെ കഴിക്കും അല്ലേ? മധുരക്കിഴങ്ങൊന്ന് കഴിച്ചു നോക്കട്ടെ. നല്ല മധുരം. ഇത് മധുരക്കിഴങ്ങല്ലേ ശരിക്കും? പക്ഷെ ഇങ്ങനത്തെ കളർ എന്താ? മല്ലിപ്പൊടി മുളക് ഉണ്ട് വീട്ടില്. 1 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് വെളിച്ചെണ്ണ എടുത്താൽ കുറച്ച് അല്പം ഉപ്പും പാകത്തിന്. 1 സ്പൂൺ മുളക് പൊടി എടുത്താൽ 2 സ്പൂൺ മല്ലിപ്പൊടി. ഇത് ഇതിന്റെ കൂടെ ചെല്ലണാണോ ഈ കളറാവണേ? ഇങ്ങനത്തെ കളറല്ലോ ശരിക്കും പുളിയും കഴിയുമ്പോ. ഇത് രണ്ടേരും മധുരക്കിഴങ്ങുണ്ട്, മഞ്ഞയുണ്ട് ചുവപ്പുണ്ട്. ഇത് വേറെ സൈസാണ്. നല്ല മധുരം. ഇതേപോലെ ചിപ്പി ബ്രൗൺ തട്ടും. ഈ മധുരക്കിഴങ്ങിനും ഉണ്ട് കേട്ടോ ഒരു വ്യത്യാസം. നമ്മൾ സാധാരണ മധുരക്കിഴങ്ങല്ല, കുറച്ചുകൂടി മഞ്ഞ കളറിലുള്ള മധുരക്കിഴങ്ങും നല്ല മധുരവും. ഇതാണ് ശരിക്കും മധുരക്കിഴങ്ങ്, നല്ല മധുര. ചിപ്പി ഇങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ എടുത്ത് നമുക്ക് തൊണ്ടോട് വയ്ക്കാം. ഇങ്ങനല്ലേ? അടിപൊളി. നമ്മൾ അച്ചാർ കഴിക്കുമ്പോഴും ഞാൻ ചിപ്പി ഫ്രൈ വെറുതെ സതീഷിൻ്റെ വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് കഴിച്ചേ, അതിനുമൊക്കെ വേറെ സ്വാദാണ്. ഇതിങ്ങനെ വെറുതെ പുഴുങ്ങി കഴിയുമ്പോഴുള്ളത് വേറൊരു സ്വാദ്. അപ്പോൾ നമ്മൾ ആദ്യം പുഴുങ്ങിയത് മൊത്തം കഴിച്ചു തീർന്നു, രണ്ടാമത് പുഴുങ്ങിയിട്ട് വന്നതാണ് ചിപ്പി. അതാ പച്ച കളർ ചിപ്പി എനിക്ക് തന്നെ കിട്ടി, എൻ്റെ ഭാഗ്യം. അതെന്താ അതിന് വ്യത്യാസം? അല്ല, ഇത് മേട ചിപ്പി എന്ന് പറയുന്നത് ചിപ്പി സീസൺ അവസാനിക്കുന്ന സമയത്താണ് ഈ കളർ വ്യത്യാസം ഉണ്ടാവുന്നത്. എന്താ ഈ പച്ച കളറിനാണ് മേട ചിപ്പി എന്ന് പറഞ്ഞത് കേട്ടോ. അതിന് നല്ലൊരു മഴവിലിന്റെ പോലത്തെ തിളക്കം അതിൻ്റെ ഉള്ളിലേക്ക്. കോഴിക്കോട് ഭാഗത്തൊക്കെ ഇതാണ് അല്ലേ വീഡിയോയിൽ വരുന്നില്ല എന്നും പറഞ്ഞ് ഒളിച്ചിരുന്ന ആളായിരുന്നു കേട്ടോ. ഇപ്പൊ അതാ വളരെ കലാപരമായിട്ട് ചിപ്പി കഴിക്കുന്നുണ്ട്. അത് ഇവർ ഈ കഴിച്ച് പഠിച്ചേക്കണവർക്കാണ് കേട്ടോ. അതിന് എനിക്കിതൊന്നും അത്ര ശീലം ഇല്ലാത്തതുകൊണ്ട് ഇത് കഴിക്കുമ്പോൾ ഇവർ ഈ പറയുന്ന അങ്ങനത്തെ ഒരു സാധനം എനിക്കില്ല. ഞാൻ കഴിച്ചിട്ടില്ലാത്തൊരു സാധനം കഴിക്കുന്ന ഓക്കെ അത്രയേ ഉള്ളൂ. പക്ഷെ ഇവർക്കൊക്കെ ഭയങ്കര ഭയങ്കര ഇതാണ്, എത്ര കഴിച്ചിട്ട് മതിയോ ആണല്ലേ.
അത് ഇതുണ്ടാവും, ഓരോ കഴിച്ച ശീലമുള്ള സാധനങ്ങളാണല്ലോ. നമുക്കിപ്പോൾ ബിരിയാണി കഴിക്കാത്ത ഒരാളോട് ബിരിയാണിയുടെ ടേസ്റ്റിനെ പറ്റി വിശദീകരിച്ചിട്ട് എന്താ കാര്യം? അയാൾക്കൊന്നും തോന്നില്ല. അത് കഴിച്ച് ശീലമുള്ള ഒരാൾക്ക് അതിൻ്റെ ടേസ്റ്റോ അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഇപ്പോൾ പുളി എന്ന് പറയുമ്പോൾ പുളി കഴിച്ചിട്ടുള്ള ഒരു വായിൽ വെള്ളം വരും ഇല്ലേ? പുളി എന്ന് പറയുമ്പോൾ പുളി കഴിക്കാത്ത ഒരാളെ സംബന്ധിച്ച് എന്ത് പുളി, അതാണ് അവസ്ഥ. ഇവർ ഭയങ്കര ഫാസ്റ്റാണ്, ഞാൻ അവരുടെ ഒപ്പം ഒന്നും എത്തുന്നില്ല. ഇത് മറ്റേ കക്ക എന്ന് പറയുന്ന സാധനം, അതായത് കുഞ്ഞ് ഇതില്ലേ, അതിൻ്റെ അച്ചാറാണ് ഇത്. ഇത് പക്ഷെ ഇവിടെ കിട്ടുന്നതല്ല, ഇവർക്ക് ഇവിടെ ഉള്ളത് ഈ വലിയ ചിപ്പിയാണ്. എന്നാലും ഈ അച്ചാറും ഇവിടെ കിട്ടും. ഇതിനെ കഴുകി നമ്മൾ എടുത്തിട്ട് കപ്പയും ഇതിൻ്റെ കൂടെ ഇട്ടാൽ വേവിക്കാം. ഇനി ഈ കപ്പ ഇങ്ങനെ കളറ് മാറും അല്ലേ ഇതിൽ കിടന്ന് വെന്ത് ചെയ്യുമ്പോൾ. ഉപ്പിടണ്ട, ഉപ്പുണ്ട്. കണ്ട പുഴുങ്ങി വെച്ചിരിക്കണ കപ്പയും മൂരയും. അമ്മേ മുള്ളു കുത്തുന്നുണ്ടല്ലോ. അതിന്റെ ഉള്ളിൽ ഇറച്ചിയിരിക്കണ കണ്ടോ കപ്പയില്? ഈ ഇതിന്റെ കളറ് കപ്പയിലേക്ക് പിടിച്ചിരിക്കണ കണ്ട. ശരിക്കും ഞാൻ വിചാരിച്ചു കപ്പ വെള്ളം ഒഴിച്ചിട്ടാ വേവിക്കാന്ന്. വെള്ളം ഒഴിക്കൂല അത്ര, ഇതിൽ നിന്ന് തന്നെ ഉണ്ടാവണ വെള്ളത്തിലാണ് ഈ കപ്പ വേവുന്നത്. ഈ സാധനം നമ്മൾ കഴിക്കേണ്ടത് ഇതാണ് അപ്പം മൂര. കഴിച്ചു നോക്കട്ടെ. മീനിന്റെ പനിഞ്ഞിലൊക്കെ തിന്നുന്ന പോലത്തെ ഒരു സ്വാദ്. മീൻ മുട്ട കഴിക്കൂലേ അതുപോലെ. അതായത് ഈ വലിവ് പോലെയുള്ള അസുഖമുള്ളവർക്കൊക്കെ, അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് കഴിക്കാം. മേടിക്കേണ്ടത് അല്ലേ? കപ്പ കപ്പ കഴിച്ചോട്ടെ. ഓ അങ്ങനെ മേടിച്ചോണ്ട് പോകും അല്ലേ? ഇങ്ങനെയൊക്കെ വേണം പൊട്ടിച്ച് കഴിക്കാൻ കേട്ടോ. എനിക്ക് പൊട്ടിച്ച് തന്നോണ്ടാണ് ഞാൻ അങ്ങനെ കയ്യിൽ മേടിച്ച് കഴിച്ചത്. അതായത് ഇത് കടലിൽ ഇത് എടുക്കാൻ പോണ ആളുകള് അവിടെ നിന്ന് തന്നെ പച്ചയ്ക്ക് ഇത് പൊട്ടിച്ച് കഴിക്കും, വേവിക്കാതെ തന്നെ. ശരിക്കും നമ്മൾ അസുഖത്തിനൊക്കെ കൊടുക്കുന്നവർക്ക് അങ്ങനെയാണ്. ഈ ഹൈദരാബാദിൽ മീൻ വിഴുങ്ങും എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ? അപ്പം അതുപോലെ അപ്പം ഇത് അങ്ങനെയാണ് ശരിക്കും കഴിക്കേണ്ടത്. വേവിച്ച് കഴിയുമ്പോൾ അതിൻ്റെ മരുന്നിൻ്റെ ഗുണം ഇത് മാംസം കൂടുതലായിട്ട്. ഇത് മാത്രമാണ് കഴിക്കാൻ പാടുള്ളൂ. ശരിക്കും എന്താ നോക്കി, മുട്ട പോലെ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. മീനിന്റെ മുട്ട ഉണ്ടല്ലോ, എന്തായാലും പറയാ പരൂന്ന്, എന്താ ഇവിടെ പറയാ? നമ്മൾ പനഞ്ഞിലെന്ന് പറയും. അപ്പൊ അതുപോലെ തന്നെ ഇങ്ങനെ കുരുകുരാന്നായിരിക്കണം. കഴിക്കുമ്പോഴും ആ സ്വാദ് തന്നെയാണ് കേട്ടാ. ഇവിടെ ഇതിന് ക്യൂ ആണ്. ഇന്നിപ്പോൾ ഈ കുറച്ചെണ്ണം നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി മാറ്റി വെച്ചോണ്ടാണ് കിട്ടിയത്, അല്ലെങ്കിൽ ഇന്ന് കാണൂലായിരുന്നു അല്ലേ? കാരണം വേറെ എന്തെങ്കിലും വിഷാംശോ അല്ലെങ്കിൽ വേറെ ഒന്നുമില്ലല്ലോ. കടലിൽ നിന്ന് നേരെ എടുക്കുന്നു. ഇതൊക്കെ അന്നാന്ന് തന്നെ കിട്ടുന്നതാ. ഈ നമ്മൾ മീനായാൽ പോലും കുറച്ച് ദിവസം ഐസ് ഇട്ട് അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇതൊക്കെ ഇന്ന് പിടിക്കുന്നു, ഇന്ന് ഇവിടെ കൊണ്ടുവരണം, ഇന്ന് തന്നെ ആളുകളിലേക്ക് എത്തിക്കുന്നു. അത്രയും എടുക്കാൻ പറ്റില്ല, അത്രയും ഫ്രഷാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് അതാ സ്വാദിഷ്ടമുള്ളവർക്ക്. ഇപ്പം എല്ലാവർക്കും ഇപ്പോൾ ചിപ്പി, കക്ക, ഇതൊക്കെ ചിലതൊന്നും എല്ലാവർക്കും കഴിക്കാൻ പറ്റില്ല. ഫുഡ് ഇതൊക്കെ അലർജിയുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് കഴിക്കാനേ പാടില്ല, തൊടാനേ പാടില്ല. അങ്ങനത്തെ അലർജി ആയിട്ടുള്ള ആളുകളാണെങ്കിൽ. അല്ലാത്തവർക്ക് നല്ലതാണ്, കഴിക്കുകയാണെങ്കിൽ ഗുണമുള്ളൊരു സാധനമാണ്. അങ്ങനെ ജീവിതത്തിൽ ഇന്നേ വരെ കഴിച്ചിട്ടില്ലാത്ത ചില സംഭവങ്ങളൊക്കെയാണ് കഴിച്ചതും കണ്ടതും കേട്ടോ. അപ്പോൾ പവിഴപ്പുറ്റൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണാം. അപ്പോൾ വീട്ടിൽ കുറച്ച് അക്വേറിയൊക്കെ ഉണ്ട്, കുറച്ച് പവിഴപ്പുറ്റൊക്കെ ഞാൻ കൊണ്ടുപോവാം. പിന്നെ ചിപ്പിയും മൂരയും ഒക്കെ നേരിട്ട് കാണുന്നത് ആദ്യമാണ്. വീഡിയോയിലൂടെയും അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നേരിട്ട് ആദ്യമായിട്ട് കാണുകയാണ്, ആദ്യമായിട്ട് കഴിച്ചതാണ്. ഭയങ്കര എനിക്ക് അത്ഭുതമാണ് ഇതൊക്കെ കാണുമ്പോൾ. കാരണം എത്ര കണ്ടാലും മതി വരാത്തതാണ് എനിക്ക് കടൽ. അപ്പോൾ കടലിൽ ഇങ്ങനെയൊക്കെ മീനല്ലാതെ ഇങ്ങനെയും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അത് എടുത്ത് ഉപജീവനം നടത്തുന്ന കുറേ മനുഷ്യരുണ്ട്. നമ്മൾ പലപ്പോഴും അങ്ങനെയൊന്നും ചിന്തിക്കാറില്ല. എവിടെയെങ്കിലുമൊക്കെ നമ്മൾ മീൻ മേടിക്കാൻ അല്ലെങ്കിൽ ചെല്ലുമ്പോൾ നമ്മൾ അവിടേക്ക് ഇങ്ങനെ വില പേശും. ചിലപ്പോഴൊക്കെ ഒരുപാട് ആളുകൾ അവരെ ജീവൻ പോലും കളഞ്ഞിട്ട് ആണ് കടലിൽ പോയി മത്സ്യബന്ധനമൊക്കെ നടത്തി ജീവിക്കുന്ന ആളുകൾ.
അപ്പോൾ ഇവിടെ വന്ന് ഇവരെ കണ്ടപ്പോൾ വിഭു എന്നാണ് ആളുടെ പേര്, അച്ഛനും മക്കളും പിന്നെ അമ്മയും എന്നാണ് അവരുടെ പേജ്. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക, കാരണം ഒരുപാട് കഷ്ടപ്പാടിലൂടെ, അപ്പോൾ വീടൊക്കെ അവസ്ഥയൊക്കെ നിങ്ങൾ കണ്ടല്ലോ, വളരെ ചെറിയൊരു സൗകര്യത്തിനകത്തുനിന്ന് അവർ ഇച്ചിരിയെങ്കിലും ആളുകൾ അറിയുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എത്രമാത്രം കഷ്ടപ്പാട് അതിൻ്റെ പിന്നിലുണ്ടാവും. എല്ലാ സമയം കണ്ടെത്തി അവർ ഡാൻസ് അല്ലെങ്കിൽ പാചകം ഒക്കെ ചെയ്തിട്ട് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ അവരെയും കൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നതാണ്. എന്തെങ്കിലും ഇതുപോലെയുള്ള അച്ചാറോ അല്ലെങ്കിൽ ചിപ്പിയോ മൂരയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഈ വീടിൻ്റെ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ വിളിക്കാതെ ആരും വരരുത്. എന്താ വെച്ചാൽ ഇതെന്നും കിട്ടുന്ന ഒരു സംഗതി, നമ്മുടെ പറമ്പിൽ നിന്ന് കൃഷി ചെയ്തെടുക്കുന്ന സാധനമല്ലല്ലോ. കടലിൽ പോയി അത് കിട്ടിയാൽ മാത്രമേ പുള്ളിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആളെ വിളിച്ചിട്ട് വേണം വരാൻ. അച്ചാറൊക്കെ എപ്പോഴായാലും കിട്ടും, നിങ്ങൾ വിളിച്ചിറന്നാൽ മതി. അപ്പോൾ ഇന്നത്തെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ച നിങ്ങൾക്ക് കൂടെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. പുതിയ വിശേഷങ്ങളായിട്ട് വരാം.